1000-ഓളം പേർ താമസിക്കുന്ന കോളനിക്കാർക്ക് അടിമാലി, മാങ്കുളം, മൂന്നാർ തുടങ്ങിയ സ്ഥലങ്ങളിൽ എത്തുന്നതിനും കുട്ടികളെ സ്കൂളിൽ എത്തിക്കുന്നതിനും ഏക ആശ്രയമാണ് ഈ തൂക്കുപാലം. 20 വർഷങ്ങൾക്ക് മുമ്പ് നാട്ടുകാർ പണം സ്വരൂപിച്ച് കെട്ടിയുയർത്തിയതാണ് ഈ പാലം. ഇപ്പം ആൾക്കാർ ശ്രമദാനമായിട്ട് 1.5 ലക്ഷം രൂപയ്ക്ക് മേളിൽ ശ്രമദാനമായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പം പഞ്ചായത്തിൽ നിന്ന് അന്നൊരു 20,000 രൂപ താഴെ പൈസ പഞ്ചായത്തിന് കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് 65ഓളം ആദിവാസി വീടുകൾ ചെവരൂടി എന്ന് പറയുന്ന സ്ഥലത്ത് ഉണ്ട്. അപ്പോൾ അവിടുത്തെ ഏക ആശ്രയം ഇത് തന്നെയാണ്. ഈ ഒരു മഴക്കാലമായി കഴിഞ്ഞാൽ ഇരുകരം മുട്ടി ഒഴുകുന്ന വെള്ളത്തിൽ കൂടെ അവർ ഈ പാലം വഴിയാണ് കയറുന്നത്. നല്ല തണ്ണിയാറിന് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന തൂക്കുപാലം ദ്രവിച്ചു തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി എന്ന് നാട്ടുകാർ പരിതപിക്കുന്നു. തൂക്കുപാലം നിർമ്മിക്കാൻ ഫണ്ട് അനുവദിക്കാൻ നിയമമില്ല എന്ന മുടന്തൻ നയമാണ് പഞ്ചായത്ത് അധികൃതർ കൈക്കൊള്ളുന്നതെന്ന് അവർക്ക് ആരോപണമുണ്ട്. വർഷകാലം ശക്തമായതോടെ പാലത്തിന്റെ തൂണുകൾ ഏതു നിമിഷവും നിലംപൊത്താവുന്ന അവസ്ഥയിലാണെന്നും അവർ പറയുന്നു. ഏതു നിമിഷവും നിലംപൊത്താറായ ഈ തൂക്കുപാലത്തിലൂടെയാണ് നൂറുകണക്കിന് കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ മറുകരയെത്തുന്നത്. അധികൃതർ കനിഞ്ഞില്ല എങ്കിൽ മറുകരയെത്താനുള്ള തങ്ങളുടെ അവസാനാശ്രയവും നഷ്ടപ്പെടുമെന്നുള്ള ആശങ്കയിലാണ് കോളനി നിവാസികൾ. മാങ്കുളത്തുനിന്നും ക്യാമറാമാൻ വിൽസനൊപ്പം ബിജു തറയിൽ, മീഡിയ 1.